സെന്റൻസുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഓയിങ് ടു ലേസിനസ് ഹി കുഡിന്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീംസ്. +2 പ്രിലിം 2022 ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കാം. സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോമ്പൗണ്ട്, കോംപ്ലക്സ്. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ING ഫോം വന്നു കഴിഞ്ഞാൽ, 2+V1 വന്നു കഴിഞ്ഞാൽ, V3 ഫോം വന്നു കഴിഞ്ഞാൽ, ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ING ഫോം, 2+V1, V3 ഫോം, ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമായി. ഓയിങ് എന്ന് പറയുന്ന ING ഫോമിലാണ് ഈ സെന്റൻസ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സിമ്പിൾ സെന്റൻസ് ആണ്. ഓപ്ഷൻ എ സിമ്പിൾ സെന്റൻസ് ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വെൻ എവരിതിങ് ഫെയിൽസ് ഗോഡ് ഹെൽപ്സ് യു. KS ട്രെയിനി 2020 ചോദിച്ച ചോദ്യമാണ്. വെൻ എവരിതിങ് ഫെയിൽസ് ഗോഡ് ഹെൽപ്സ് യു. അതിന്റെ ഓപ്ഷൻസ് നോക്കാം. സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോമ്പൗണ്ട്, കോംപ്ലക്സ്. ഒരു സെന്റൻസിന്റെ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. ഇവിടെ വെൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. ഒരു സെന്റൻസിന്റെ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ അത് കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. ഇവിടെ വെൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുണ്ട്. എന്നാൽ ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു കഴിഞ്ഞാൽ അത് ഇന്ററോഗേറ്റീവ് സെന്റൻസിന് ഉദാഹരണമാണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസിന് ഉദാഹരണമാണ്. ഈ ടോപ്പിക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിനായി ചാനൽ ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.